ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ തമിഴ്നാട് നമ്മൾ പ്രിഫർ ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയിൽ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ വർഷം ഈ എൻട്രൻസ് ടെസ്റ്റ് നടത്തിയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഒരു റൂൾ പ്രകാരമാണ് എല്ലാ സ്റ്റേറ്റിലും എൻട്രൻസ് ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞത്. പക്ഷേ കേരളത്തിൽ ഈ വർഷം നടത്താൻ വെച്ച് പക്ഷേ കുറച്ച് വൈകിയോണ്ട് അത് നടത്തിയില്ല. അല്ലെങ്കിൽ ഓർഡർ വന്നിട്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. സോ ഇപ്പൊ നമുക്ക് ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് തന്നെയാണ്. മെയിൻലി തമിഴ്നാട് സ്റ്റേറ്റിലുള്ള കോളേജാണ് നമുക്ക് ബെറ്റർ ഓപ്ഷൻ ആയിട്ട് പറയാൻ പറ്റുന്നത് കർണാടകയെക്കാട്ടി. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയിൽ എൻട്രൻസ് ടെസ്റ്റ് നടത്തിയിട്ട് കഴിഞ്ഞ വർഷം എൻട്രൻസ് ടെസ്റ്റ് നടത്തിയിട്ട് എൻട്രൻസ് ടെസ്റ്റ് പങ്കെടുക്കാത്തവരെ അവർ അലോട്ട് ചെയ്തു. അത് കോസ്റ്റ് ടു ഓർഡർ വെച്ചിട്ടാണ് അലോട്ട് ചെയ്തത്. പക്ഷേ ഈ വർഷം അങ്ങനെ ഒരു കോർട്ട് ഓർഡർ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചില്ല. സോ ഇത് മാനേജ്മെന്റ് സീറ്റ്സ് ആണ് കൂടുതലും നേഴ്സിംഗിന് കർണാടക വരുന്നത്. നമുക്ക് ഇവിടുത്തെ ഒത്തിരി കുട്ടികൾ, ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ പറയുന്ന പ്രശ്നം അവിടെ ഫേസ് ചെയ്യുന്നത് അഡ്മിഷൻ സെഗ്മെന്റ് ഇത് വരുമ്പോഴത്തേനും എൻട്രൻസ് ടെസ്റ്റ് എഴുതി അതിന്റെ മാർക്ക് ബേസ് ആണോ എന്ന് നമുക്ക് അറിയത്തില്ല. ഒരു ഉറപ്പില്ല. ഗവൺമെന്റ് അങ്ങനെ പറയുന്ന മാർക്ക് ബേസ് ആണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷവും മാർക്ക് ബേസ് അല്ലാതെ എടുത്തിട്ടുണ്ട്. സോ അതൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് തമിഴ്നാട്ടിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കോളേജിന്റെ തന്നെ എൻട്രൻസ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ആ കോളേജ് എൻട്രൻസ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആ കോളേജിൽ എൻട്രി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞങ്ങൾ അതാണ് ഓപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ബാംഗ്ലൂർ എൻട്രൻസ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ അഡ്മിഷൻ ഗൈഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ.